അഭിഭാഷകനെതിരെ ബലാത്സംഗ പരാതി നൽകിയ അഭിഭാഷകയെ ജഡ്ജിമാർ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം. ഡൽഹി സാകേത് ജില്ലാ കോടതി ജഡ്ജി സഞ്ജീവ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. മറ്റൊരു ജഡ്ജി അനിൽകുമാറിനെതിരെയും നടപടിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അച്യുതൻ, സാധാരണക്കാർക്ക് പോലും ഈ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ കാലയളവിൽ വന്ന പല വാർത്തകൾ, സംഭവങ്ങൾ, നടപടികൾ, ജുഡീഷ്യറിയുടെ വിശ്വാസത്തിൽ സംശയം തോന്നുന്ന തരത്തിലുള്ള ഇടപെടലുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അതിലെ നടപടികൾ ഇംപീച്ച്മെന്റിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കാണുന്നു. അതിനിടയിലാണ് പുതിയൊരു വാർത്ത, അവിടെ അഭിഭാഷകർക്ക് പോലും നീതി ലഭിക്കുന്നില്ല എന്ന തരത്തിലേക്ക്. എന്താണ് ഈ പരാതിയുടെ വിശദാംശങ്ങൾ? ഇപ്പോഴത്തെ നടപടിയുടെ തുടർ നീക്കങ്ങൾ, ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് എന്ത് ഇടപെടലുണ്ടാകും? ഡൽഹി ജുഡീഷ്യറി സംവിധാനത്തിൽ വീണ്ടും ഒരു വിവാദം ഉടലെടുത്തിരിക്കുന്നു. അത് അഭിഭാഷകനെതിരെ ബലാത്സംഗ പരാതി നൽകിയ അഭിഭാഷകയെ ജഡ്ജിമാർ ഭീഷണിപ്പെടുത്തി എന്നൊരു പരാതിയാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഈ ജഡ്ജിമാർ പരാതി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തി. കേസ് ഒത്തുതീർപ്പിന് 30 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. ഒപ്പം തന്നെ ഈ ഒത്തുതീർപ്പിന് വഴങ്ങിയില്ലെങ്കിൽ സഹോദരനെ കേസിൽ കൊടുക്കുമെന്ന തരത്തിൽ ഭീഷണി മുഴക്കി എന്ന തരത്തിലാണ് ഇപ്പോൾ 2 ജഡ്ജിമാർക്കെതിരെ പരാതി ഉയർന്നിരിക്കുന്നത്. അഭിഭാഷകരുടെ പരാതിയിൽ ഇപ്പോൾ ഹൈക്കോടതി നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാകേത് ജില്ലാ കോടതി ജഡ്ജി സഞ്ജീവ് കുമാർ, മറ്റൊരു ജഡ്ജി അനിൽകുമാറിനെതിരെ നടപടിക്കുമാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വീണ്ടും ഒരു വിവാദത്തിലേക്ക് അതായത് ഡൽഹി ജുഡീഷ്യറി സംവിധാനം പെട്ടിരിക്കുകയാണ്. തീർച്ചയായും വീട്ടിൽ പണച്ചാക്കിന്റെ കെട്ട് കണ്ടെത്തിയതിനെ തുടർന്ന് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ ഒരു വശത്ത് നീങ്ങുമ്പോഴാണ് ഇപ്പോൾ മറ്റ് 2 ജഡ്ജിമാർക്കെതിരെ പണം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കാൻ ഭീഷണിപ്പെടുത്തി അതും ഒരു അഭിഭാഷകയെന്ന വിവരം ഡൽഹിയിൽ നിന്ന് പുറത്തുവരുന്നത്. അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്.